ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, യഥാർത്ഥത്തിൽ മറ്റു പ്രസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ ഈ പിന്നാമ്പുറ വഴികളൊന്നും ശരിയാകില്ല. മുന്നോട്ടുള്ള വഴികളെ പറ്റി ആരായിരിക്കും മുഖ്യമന്ത്രി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വലിയ ആവേശകരമായ ഒരു വിജയം BJP സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ. തുടർച്ചയായുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ വിജയം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇന്നലെ ദേശീയ ആസ്ഥാനത്ത് പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇനി ചർച്ചകൾ മുഖ്യമന്ത്രി ആര് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ പാലിച്ചു വരുന്ന ചില ശീലങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ അക്കാര്യം കൃത്യമായി തന്നെ പാലിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ വിജയിച്ചതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രീതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വിജയത്തിന് ഒട്ടേറെ നേതാക്കളുടെ പങ്ക് നിർണായകമായിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 1/2 ഡസനിലേറെ പേരുകൾ നിലവിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരുടെ പട്ടികയിലുണ്ട്. അത് കെജ്രിവാളിനെ തോൽപ്പിച്ച് ജയിൻ കില്ലറായ പർവേഷ് വർമ്മയുണ്ട്, നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുണ്ട്, ഒപ്പം തന്നെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര ഗുപ്തയുണ്ട്. ഇത്തരത്തിൽ നിരവധി പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. ഇവരെല്ലാം തന്നെ ഈ സ്ഥാനത്തിന് അർഹരുമാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് ഉന്നത തലത്തിൽ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആ പേര് ആര് എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള സസ്പെൻസ് നിലനിർത്തുന്നത്. അത് പല കോമ്പിനേഷനുകൾ പരിശോധിച്ചായിരിക്കും അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുക. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ, ബീഹാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അത് പൂർവാഞ്ജലി മുഖമായ മനോജ് തിവാരിക്ക് നറുക്ക് വീഴും. അദ്ദേഹം ഡൽഹിയിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. ദേശീയ തലത്തിലും അദ്ദേഹം പരിചിത മുഖമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും ഡൽഹിയുടെ കാര്യത്തിൽ ഉണ്ടാകുക. ഒപ്പം ഡൽഹിയിൽ ഇനി ഇരട്ടി വികസനത്തിന്റെ നാളുകളാണ് എന്ന പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയുണ്ട്. ഇതെല്ലാം തന്നെ പാലിക്കാൻ കഴിയുന്ന ഒരു മുഖത്തെ ഡൽഹിക്കായി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു പേരിലുള്ള ഒരു അന്തിമ മാനദണ്ഡമായി കണക്കാക്കുക. ഉടൻ തന്നെ ആ പേര് പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ. ഓക്കെ, നമ്മുടെ ഡൽഹി മലയാളികളൊക്കെ ചില മുഖ്യമന്ത്രിയുടെ പേരുകളൊക്കെ തന്നെ നമ്മളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല. പർവേഷ് വർമ്മ പോലെ പല ആൾക്കാരുടെയും പേരുകൾ, ബിന്ദു പി നായരെ പോലുള്ള ഡൽഹി താമസിക്കുന്ന മലയാളികൾ പറയുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി അതൊക്കെ ഒന്ന് ചോദിച്ചറിയുക. പിന്നീട് അവരുടെ നിരീക്ഷണം കറക്റ്റായി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, താങ്ക് യു ബൽറാം.